ഇപ്പോൾ സ്ഥാനാർത്ഥി ചാഴികാടനായിട്ടാണ് പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളെല്ലാം ഫീൽഡിലാണ്. ഞങ്ങൾ ഈ വിഷയങ്ങൾ കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച ചെയ്തു. അതിൻ്റെ എല്ലാ വശങ്ങളും ചർച്ച ചെയ്തു. അവർ ആലോചിച്ചിട്ട് അതേ സംബന്ധിച്ചിട്ടുള്ള ഒരു നിലപാട് പറയാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസിൽ ഉന്നയിച്ച വിഷയങ്ങളും UDFിൽ ഉന്നയിച്ച വിഷയങ്ങളും തൃപ്തികരമായി പരിഹരിക്കുന്നതിന് കോൺഗ്രസ് നേതൃത്വം ഇടപെടണം, UDF നേതൃത്വം ഇടപെടണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും അക്കാര്യങ്ങൾ ബന്ധപ്പെട്ട എല്ലാവരോടും കൂടി ആലോചിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരള കോൺഗ്രസിലുണ്ടായ ചില ഡെവലപ്മെന്റ്സ് ഉണ്ട്. ആ സാഹചര്യത്തിൽ അവരോടെല്ലാം ചർച്ച നടത്തി എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് UDF നേതൃത്വത്തിന്റെ ദൗത്യം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. തൊടുപുഴയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തി സഹായത്തിന് കൈനീട്ടിച്ചെന്ന ജോസഫിന് മുന്നിൽ കൈമലർത്തിയോ ഒടുവിൽ കോൺഗ്രസ്? മാണിക്ക് മുന്നിൽ മുട്ടുകുത്തിയോ? സ്ഥാനാർത്ഥി പട്ടികയിൽ തീരുമാനം നീണ്ടു പോകുന്ന കോൺഗ്രസിന് തൽക്കാലം കേരള കോൺഗ്രസ് തർക്കം ഒത്തുതീർപ്പാക്കണമെന്നല്ലാതെ PJ ജോസഫിന്റെ ശുഭപ്രതീക്ഷയ്ക്ക് എന്തർത്ഥമാണ് ഇനിയുള്ളത്? പാർട്ടി പിളർത്തി മുന്നണിയിൽ തുടരുമ്പോൾ കൂറുമാറ്റക്കുരുക്ക് ഒഴിവാക്കാൻ കോൺഗ്രസ് സഹായം മുൻകൂർ ചോദിച്ചതാണോ ജോസഫ്? പാർട്ടിക്ക് പുറത്തല്ല, മുന്നണിക്ക് പുറത്ത് തന്നെ ജോസഫ് വിഭാഗം പോകണമെന്ന് ആഗ്രഹിക്കുന്ന മാണി ഗ്രൂപ്പ് അതിന് പച്ചക്കൊടി കാണിക്കുമോ? അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്താൻ കോൺഗ്രസിന് കഴിയുമോ? അകത്തുമല്ല പുറത്തുമല്ലാതായി ജോസഫിനെ പെരുവഴിയിലാക്കിയത് ശരിക്കും കോൺഗ്രസ് ആണോ? പരിശോധിക്കുന്നു പ്രൈം ഡിബേറ്റ്. പ്രേക്ഷകർക്കും അഭിപ്രായം രേഖപ്പെടുത്താം ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും. കോൺഗ്രസ് നേതാവ് ശ്രീ പന്തളം സുധാകരൻ തിരുവനന്തപുരത്തു നിന്നും, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് ജോർജ് സ്റ്റുഡിയോയിൽ നിന്നും, ജോസഫ് വിഭാഗം നേതാവ് M മോനിച്ചൻ കോട്ടയത്ത് നിന്നും പ്രൈം ഡിബേറ്റിൽ ചേർന്നു. അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് യൂത്ത് ഫ്രണ്ട് നേതാവ് സജി മഞ്ഞക്കടമ്പനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. പുറത്തുമല്ലാതായോ PJ ജോസഫ് വിഭാഗം? ജോസഫ് വിഭാഗം നേതാവ് M മോനിച്ചൻ കോട്ടയത്ത് നിന്ന് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ മോനിച്ചൻ, UDF നേതാക്കളെ കാണട്ടെ, എല്ലാം ശുഭകരമായി പര്യവസാനിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങളിൽ കാണുമ്പോഴെല്ലാം PJ ജോസഫ് പറഞ്ഞത് അതാണ്. അങ്ങനെ ഒരു ശുഭകരമായ ഒരു പര്യവസാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയോ? തീർച്ചയായും വളരെ ശുഭകരമാവുന്ന ഒരു ചർച്ചയാണ് ഇന്ന് കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് ശ്രീ PJ ജോസഫ് സാറ് നടത്തിയിട്ടുള്ളത്. ആ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാറ്, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, അതുപോലെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വളരെ ഗൗരവത്തോടു കൂടിയ ഒരു ആശയവിനിമയം ഇന്ന് കേരള കോൺഗ്രസ് നേതാവുമായി നടത്തിയിരിക്കുകയാണ്. തീർച്ചയായും വളരെ ശുഭാപ്തികരമായിട്ടുള്ള തീരുമാനം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഇടയിൽ നിന്നും അതുപോലെ തന്നെ UDF നേതൃത്വത്തിൻ്റെ അടുത്തു നിന്നും ഉണ്ടാകും എന്ന വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കേരള കോൺഗ്രസ് പാർട്ടിയും പ്രവർത്തകരും നിൽക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ജോസഫ് വിഭാഗം പ്രതീക്ഷിക്കുന്ന ആ ശുഭകരമായ തീരുമാനം എന്താണ്? അത് 2 ദിവസം കാത്തിരിക്കേണ്ടി വരും. കാരണം ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനമുണ്ട്, നാളെ അത് തുടരുന്നു. ആ ഇടയിൽ തിരക്കിൻ്റെ ഇടയിലും ഉൾപ്പെടെ KM മാണി സാറുമായി കോൺഗ്രസ് നേതൃത്വം ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. ഒപ്പം ഐക്യജനാധിപത്യം മറ്റ് ഘടകകക്ഷി നേതാക്കന്മാരുമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലുള്ള തീരുമാനം ഉണ്ടാകുമ്പോൾ 1-2 ദിവസം കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസം തന്നെയാണ്. ശ്രീ മോനിഷൻ, അപ്പോഴും ചെറിയൊരു വളരെ പെട്ടെന്ന് ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു സംശയമാണോ? കേരള കോൺഗ്രസ് എമ്മിന്റെ കോട്ടയം സീറ്റാണ് ജോസഫ് വിഭാഗം ചോദിച്ചിരുന്നത്. PJ ജോസഫ് നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നത്. തോമസ് ചാഴിക്കാടൻ സ്ഥാനാർത്ഥിയാണ്. പ്രചാരണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. യൂത്ത് ഫ്രണ്ട് ഇതിനകത്തുണ്ടാക്കിയ ചില ഭിന്നാഭിപ്രായം താങ്കളും കേട്ട് കാണുമല്ലോ. എന്നാലും അത് കൃത്യമായിട്ട് തോമസ് ചാഴിക്കാടൻ തന്നെയാണ് സ്ഥാനാർത്ഥിയെന്നും പ്രചാരണങ്ങൾ തുടരുകയാണ് എന്ന് ജോസ് കെ മാണി ഇന്ന് പറയുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ തീരുമാനത്തിൽ ഒരു മാറ്റമല്ല ജോസഫ് വിഭാഗം വിചാരിക്കുന്ന ശുഭകരമായ തീരുമാനം എന്നാണോ? കേരള കോൺഗ്രസ് പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച രീതി അത് വളരെ തെറ്റായിപ്പോയി എന്ന് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ, അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഇടയിൽ ഒക്കെ ചർച്ചയായി കഴിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിൻ്റെ ഘടകം? പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ പ്രശ്നം നിൽക്കുന്നു, കർഷക ആത്മഹത്യയുടെ പ്രശ്നങ്ങൾ നിൽക്കുന്നു, രാജ്യത്തിൻ്റെ ഐക്യത്തിൻ്റെ വിഷയം നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ നടക്കുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ്
ഒരു സ്ഥാനാർത്ഥി നിർണയം ഇങ്ങനെയാണോ നടത്തേണ്ടത് എന്നത് ഗൗരവമായി കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളും ഒപ്പം സർവ്വ കേരള കോൺഗ്രസ്സുകാരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തൊട്ടു മുമ്പ് ഉണ്ടായ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വ തീരുമാനം എങ്ങനെയാണ് കേരള കോൺഗ്രസ് പാർട്ടി കൈക്കൊണ്ടത്? പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി യോഗം തീരുമാനമെടുത്തു, അത് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തെ അറിയിക്കുന്നു, ആ തീരുമാനം കേരള കോൺഗ്രസ് പാർട്ടി ഏറ്റെടുക്കുന്നു. അതുപോലെ തന്നെ രാജ്യസഭാ സീറ്റിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ തന്നെ മാറി നിന്ന് 2 വർഷക്കാലം ക്രിയാത്മക പ്രതിപക്ഷമായി മാറി നിന്ന ഒരു മുന്നണിയിലും ഇല്ലാതെ നിന്ന കേരള കോൺഗ്രസ് പാർട്ടി തിരിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് എത്തുന്ന തീരുമാനമെടുക്കുന്നതും പാർലമെൻ്ററി പാർട്ടി യോഗത്തിലും അതുപോലെ ആ എടുക്കുന്ന തീരുമാനം സ്റ്റിയറിംഗ് കമ്മിറ്റി ഉൾപ്പെടെ സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തെ അറിയിച്ചുകൊണ്ട് എടുത്ത തീരുമാനങ്ങളാണ്. ഇവിടെ മാത്രം എന്താണ് ഇങ്ങനെയൊരു തീരുമാനം? പാർലമെൻ്ററി പാർട്ടി യോഗത്തിലും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലും PJ ജോസഫ് സാറിൻ്റെ സ്ഥാനാർത്ഥിത്വമല്ലാതെ മറ്റൊരു പേര് പരാമർശിക്കപ്പെട്ട് കണ്ടിട്ടില്ല. പത്രമാധ്യമങ്ങളിലോ ദൃശ്യമാധ്യമങ്ങളിലോ ഒക്കെ പല പേരുകളും ചർച്ച ചെയ്തിട്ടുണ്ടാകാം. പക്ഷെ പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ അതുപോലെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വന്ന ഏക പേര് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിൻ്റെയാണ്. ആ തീരുമാനം പ്രഖ്യാപിക്കുവാൻ മറ്റ് നേതാക്കളുമായി ആലോചിക്കണമെങ്കിൽ ആലോചിച്ചുകൊണ്ട് ആ തീരുമാനം പ്രഖ്യാപിക്കാൻ പാർട്ടിയുടെ ചെയർമാനെ ചുമതലപ്പെടുത്തുന്നു. ആ തീരുമാനം ഒറ്റ രാത്രി കൊണ്ട് അട്ടിമറിക്കപ്പെട്ടു എന്നത് പൊതുസമൂഹം കണ്ടിരിക്കുകയാണ്. ആ ഒരു തെറ്റായ തീരുമാനം പുനഃപരിശോധിക്കണമെന്നത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം ആവശ്യമല്ല, കോട്ടയത്തെ മുഴുവൻ ജനങ്ങളുടെ ആവശ്യമാണ്. നമ്മൾ കണ്ടല്ലോ, ഇന്നലെയും ഇന്നും കേരളമാകെ PJ ജോസഫ് എന്ന പേര് ഉരുവിടുകയാണ്. കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഒരു തരംഗമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തോട് നീതി കാട്ടിയോ ഈ ഒരു പാർട്ടി തീരുമാനത്തിലൂടെ എന്നതാണ് ചോദ്യം. ജനാധിപത്യ രീതിയിലാണ് ലോക്സഭാ സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിച്ചതെങ്കിൽ തിരിച്ചു ചോദിക്കാനുള്ളത് എന്താ? രാജ്യസഭാ തീരുമാനം, സ്ഥാനാർത്ഥിയുടെ തീരുമാനം, ഐക്യ ജനാധിപത്യങ്ങളിലേക്ക് കടക്കുവാനുള്ള അല്ലെങ്കിൽ പുനഃപ്രവേശിക്കുവാനുള്ള തീരുമാനം, അതെല്ലാം ജനാധിപത്യ രീതിയിലല്ലേ? ശ്രീ മോനിച്ചൻ, കൃത്യമായി ശ്രീ മോനിച്ചൻ, അതെ, കാര്യങ്ങളെല്ലാം നമ്മൾ ഈ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒറ്റ കാര്യമാണ്, അത് ഈ വളച്ചുകെട്ടില്ലാതെ പറയാമല്ലോ. അങ്ങനെ തന്നെ ചോദിക്കട്ടെ, കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടനാണ്. ആ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് അല്ലെങ്കിൽ ആ തീരുമാനം പിൻവലിച്ചുകൊണ്ട് ജോസഫ് വിഭാഗത്തിന് സീറ്റ് കൊടുക്കും കേരള കോൺഗ്രസ് മാണി വിഭാഗം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഒന്ന് ചുരുക്കി വാക്കുകൾ പറയാമോ? കൃത്യമായി ആഗ്രഹിക്കുന്നത് അതാണോ ജോസഫ് വിഭാഗം? ഐക്യ ജനാധിപത്യ മുന്നണി തീരുമാനമെടുത്തിരിക്കുന്നത്, ഐക്യ ജനാധിപത്യ മുന്നണിയും കേരള കോൺഗ്രസ് പാർട്ടിയും ആഗ്രഹിക്കുന്നത് 20 സീറ്റിലെയും സ്ഥാനാർത്ഥിമാർ വിജയിക്കണമെന്നതാണ്. അതിൽ കോട്ടയത്തിന് ഇളവ് കൊടുക്കുവാൻ പറ്റുകയില്ലെന്നാണ് കേരള കോൺഗ്രസിൻ്റെ അഭിപ്രായം, ജനങ്ങളുടെ അഭിപ്രായം. ആ അഭിപ്രായത്തിൽ ശരിവെക്കണമെങ്കിൽ, തീരുമാനം പുനഃപരിശോധിക്കണമെങ്കിൽ പുനഃപരിശോധിച്ചേ മതിയാവൂ. അതാണ് ജനങ്ങളുടെ ആഗ്രഹം. അത് മനസ്സിലാക്കണമെങ്കിൽ പാർട്ടി നേതൃത്വം കണ്ണ് തുറന്ന് കാണണം എന്നതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഞാൻ തിരികെ വരാം. ശ്രീ എം മോനിച്ചൻ, ജേക്കബ് ജോർജിൽ പോകുന്നതിന് മുമ്പ് കോൺഗ്രസ് നേതാവ് പന്തള സുധാകരൻ നമുക്കൊപ്പം. ശ്രീ പന്തള സുധാകരൻ, KM മാണിയുമായി സംസാരിക്കട്ടെ, മാണി ഗ്രൂപ്പുമായി ചർച്ചകൾ നടത്തട്ടെ എന്നല്ല PJ ജോസഫ് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. UDF നേതൃത്വവുമായി സംസാരിക്കട്ടെ, കോൺഗ്രസുമായി സംസാരിക്കട്ടെ, എല്ലാം ശുഭകരമായി പര്യവസാനിക്കുമെന്നാണ്. എല്ലാം ശുഭകരമായി പര്യവസാനിക്കുമോ ജോസഫ് ഗ്രൂപ്പിന്? കൈവിട്ടോ അതോ കൈ കൊടുത്തോ കോൺഗ്രസ്? അല്ല, UDFന് എല്ലാം ശുഭകരമായി സംഭവിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ ശ്രീ PJ ജോസഫ് പറഞ്ഞത് ഒരു തെറ്റുമില്ല. അദ്ദേഹം ഐക്യ ജനാധിപത്യ മുന്നണിയിലെ പ്രമുഖനായ നേതാവാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന അന്തരീക്ഷത്തിൽ, രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കുന്ന അസ്വസ്ഥതകൾ പരിഹരിക്കാൻ തീർച്ചയായും UDF തീരുമാനിക്കട്ടെ എന്ന് പറയുന്നത് തെറ്റില്ല. രണ്ടാമത്തെ കാര്യം, ഓരോ പാർട്ടിയുടെയും മുന്നണിയിലെ ഏത് മുന്നണിയിലെ ആയാലും ഓരോ മുന്നണിയിലെയും അതാത് രാഷ്ട്രീയ പാർട്ടികളുടെ പരിപൂർണമായ അവകാശമാണ്, ഉത്തരവാദിത്തമാണ് സ്ഥാനാർത്ഥി ആര് വേണം എന്ന് തീരുമാനിക്കാനുള്ളത്. പക്ഷേ ആ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥി ഒരു പൊതുസമ്മതൻ എന്ന് പറയുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിക്ക് കളങ്കമുണ്ടാക്കുന്ന ഒരാളാകാൻ പാടില്ല. ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരാളായിരിക്കണം. അങ്ങനെ ഒരു മാനദണ്ഡം മാത്രമാണ് പൊതുവായി നമ്മൾ എല്ലാ പാർട്ടികളും വെക്കാറുള്ളത്. ആ നിലയ്ക്ക് പിന്നെ മൂന്നാമത്തെ കാര്യം, ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാണുന്ന ഐക്യജനാധിപത്യ മുന്നണി, അതായത് RSP ഒഴികെയുള്ള കക്ഷികൾ വന്നതിന് ശേഷമല്ല, അതിന് മുമ്പുള്ള ശ്രീ ജേക്കബ് ജോർജിനൊക്കെ അറിയാം, കേരളത്തിൽ 1978
ശ്രീ കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി രൂപീകരിക്കപ്പെട്ടപ്പോൾ അന്ന് അതിൻ്റെ കൺവീനറായിരുന്നു ശ്രീ പി ജെ ജോസഫ്. അപ്പോൾ അന്ന് മുതൽ കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് മുന്നണി രാഷ്ട്രീയത്തിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്ന ശ്രീ പി ജെ ജോസഫ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ മുന്നണിയുടെ നേതാക്കന്മാർ എന്നുള്ള നിലയിൽ, കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ എന്നുള്ള നിലയിൽ ശ്രീ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുമായി, കെ പി സി പ്രസിഡന്റ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി, അതുപോലെ ഞങ്ങളുടെ ഇപ്പോൾ ദേശീയ നേതാവ് കൂടിയ ശ്രീ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുമായിട്ടൊക്കെ ഇന്ന് സംസാരിച്ചിട്ടുണ്ട്. അവർ ഈ തീർച്ചയായും ഒരു കേരള കോൺഗ്രസിൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം കൂടിയായതുകൊണ്ട് അതിൻ്റെ നേതാക്കന്മാരുമായി കൂടി ആശയവിനിമയം നടത്തി തീർച്ചയായും ഒരു ശുഭപര്യവസായിയായ ഒരു തെരഞ്ഞെടുപ്പ്, ഒരു നാടകം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ശുഭപര്യവസായ ഒരു അവസ്ഥയിലേക്ക് എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ എന്നും കോൺഗ്രസ് രാഷ്ട്രീയത്തിലായാലും യു ഡി എഫ് രാഷ്ട്രീയത്തിലായാലും സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് ഇതുപോലെയൊക്കെ ഉള്ള പൊട്ടലുകളും ചീറ്റലുകളും, പിന്നെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞ് നോമിനേഷൻ കൊടുത്തും കഴിഞ്ഞ് സ്ഥാനാർത്ഥികളെ പിൻവലിച്ച പാരമ്പര്യം കോൺഗ്രസിനുമുണ്ട്. അപ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമാണ്. പക്ഷേ ഇപ്പോഴുള്ള അസ്വസ്ഥതയൊക്കെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അത് ശാന്തമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് കഴിയുന്നത്ര നേതാക്കന്മാർ ആത്മസംയമനം പാലിക്കണം എന്നാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ അഭിപ്രായം. ശ്രീ പന്തള സുധാകരൻ, വളരെ സംയമനത്തോടുകൂടി, വളരെ ശുഭപ്രതീക്ഷയോടെ താങ്കൾ പറയുകയാണ്, ആ രീതിയിലാണ് പി ജെ ജോസഫ് പറഞ്ഞതിൽ ന്യായമുണ്ട്, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് ജോസ് കെ മാണി പറഞ്ഞത് കേട്ടാൽ ഈ രീതിയിലുള്ള ഏതെങ്കിലും ചർച്ചകൾ ഒരു വശത്തുനിന്നുണ്ടെന്നോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സമ്മർദ്ദം മാണി ഗ്രൂപ്പിൽ ഉണ്ട് എന്നോ തോന്നുന്നില്ലല്ലോ. തോമസ് ചാഴിക്കാടൻ തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥി. അദ്ദേഹം മത്സരിക്കും. പ്രചാരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്നാണ് പറയുന്നത്. ഒരു വശത്ത് നടക്കുന്ന ചർച്ചകൾ അവരറിയുന്നില്ലേ? അല്ല, ഇന്നലെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതായിട്ടാണ് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ അറിയുന്നത്. ശ്രീ ചാഴിക്കാടൻ പ്രവർത്തനം ആരംഭിച്ചു എന്ന് വിഷ്വൽ മീഡിയയിൽ കൂടെ കാണുന്നുമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് ആയിരിക്കുമല്ലോ ശ്രീ പി ജെ ജോസഫ് കോൺഗ്രസ് നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്തിയത്. അതുപോലെ യു ഡി എഫിൻ്റെ മറ്റ് ഘടകകക്ഷി നേതാക്കന്മാരുണ്ട്. അവരുമായിട്ടെല്ലാം ആലോചിച്ച് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ, നേരത്തെ പറഞ്ഞല്ലോ ഒരു സർവേ വന്നു, അതിനുശേഷമുണ്ടായ കോൺഗ്രസിലൊക്കെ ഉണ്ടായ ഒരു 2 രക്തസാക്ഷികളൊക്കെ ഉണ്ടായ ദയനീയമായ ഒരു അവസ്ഥയുണ്ടല്ലോ. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ തീർച്ചയായും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ചിന്തിക്കുന്നതിന് കാരണം നിലവിൽ CPM നേതൃത്വത്തിലുള്ള ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് കേരളത്തിലെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി ഭരിക്കുന്ന ഒരു അരാജകത്വത്തിലേക്ക് തള്ളിവിടുന്ന ആ സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഐക്യജനാധിപത്യത്തിനെ പിന്തുണയ്ക്കാൻ മാനസികമായി തീരുമാനമെടുത്ത ഒരു സന്ദർഭത്തിൽ പിന്തുണയ്ക്കാൻ തീരുമാനമെടുത്ത ജനങ്ങൾക്ക് മോശമായി ചിന്തിക്കുന്ന ഒരവസ്ഥയുണ്ടാക്കുന്ന തരത്തിൽ ചിന്തിക്കാതെയും പ്രവർത്തിക്കാതിരിക്കാൻ എത്ര ഉന്നതനായ നേതാക്കന്മാരാണെങ്കിലും അവർക്കെല്ലാം ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം തീർച്ചയായും യു ഡി എഫിലെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി എന്നുള്ളതിൽ കേരള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും ഉണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഏറ്റവും മാന്യമായി കോൺഗ്രസ് നേതാക്കന്മാരുമായി ആശയവിനിമയം നടത്താൻ ശ്രീ പി ജെ ജോസഫും അതുപോലെ ശ്രീ കുരുവിളയും ശ്രീ മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ള MLA-മാർ ഇന്ന് കണ്ടോൺമെൻറ്റ് ഹൗസിലെത്തിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവരുടെയൊക്കെ അഭിപ്രായം, ഞാൻ അവരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തിയപ്പോൾ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി ഇന്നിപ്പോൾ വൈകിട്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നു, അദ്ദേഹം ഇപ്പോൾ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ ഞങ്ങളുടെ നേതാക്കന്മാരുമായിട്ട് ആശയവിനിമയം നടത്തിയപ്പോൾ അവരൊക്കെ ഇത് പരിഹരിക്കപ്പെടും. തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ ഗ്രാജുവലി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ ഔദ്യോഗികമായി 2-3 ദിവസത്തിനുള്ളിൽ മാത്രമേ പ്രഖ്യാപിക്കുകയുള്ളൂ. എങ്കിൽ പോലും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പൂർണ്ണമായ ചിത്രം തെളിയുമ്പോൾ ഇതിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകും. വളരെ സംയമനത്തിലാണ് കാര്യങ്ങൾ നേരിടേണ്ടത് നേതാക്കളെന്ന് പന്തള സുധാകരൻ പറയുന്നത് ഘടകകക്ഷികളിലെ നേതാക്കളോടുകൂടി ആയിരിക്കണം. പക്ഷേ കോൺഗ്രസ് പറഞ്ഞാൽ KM മാണിയും മാണി ഗ്രൂപ്പും തീരുമാനം തിരുത്തുമോ? ഏതെങ്കിലും തീരുമാനം തിരുത്തിയതായി ഈ 24 മണിക്കൂറിനുള്ളിൽ താങ്കൾക്ക് തോന്നിയോ? അല്ല, അവർണ പന്തള സുധാകരൻ്റെ വാക്കുകൾ കേട്ടാലേ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പൊതുവായ നിലപാട് മാണി ഗ്രൂപ്പിനോടും ജോസഫ് ഗ്രൂപ്പിനോടും ഉള്ള അവരുടെ അപ്രോച്ച് വ്യക്തമാണ്. കാരണം പി ജെ ജോസഫ് ഞങ്ങളുടെ അരിമയായ നേതാവാണ് എന്നുള്ളൊരു സൂചന സ്വാഭാവികമായിട്ടും അത് പന്തളത്തിൻ്റെ വാക്കുകളിലുണ്ട്, കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നിലപാടിലുമുണ്ട്. പക്ഷേ കേരള കോൺഗ്രസ് എന്നതൊരു സ്വതന്ത്ര പാർട്ടിയാണ്. പന്തളം സൂചിപ്പിക്കുന്നുണ്ട്. ആ പാർട്ടിയുടെ ചില അവകാശങ്ങളുണ്ട്, ആ പാർട്ടിക്കുള്ള ചില സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതനുസരിച്ചാണ് അവർ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ സ്ഥാനാർത്ഥിയെ ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വം മുന്നണിക്കകത്തെ ഒരു ഘടകകക്ഷി ആയതുകൊണ്ട് മാത്രം അവർ അംഗീകരിക്കണം എന്നില്ല.
ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, കേരള കോൺഗ്രസ് കെ എം മാണി ചെയർമാനായ കെ എം മാണിയുടെ നേതൃത്വത്തിലുള്ള, ഞാൻ ഒരു വാക്കുകൂടെ കടന്നാൽ കെ എം മാണിയുടെ ഉടമസ്ഥതയിലുള്ള പാർട്ടിയാണ്. അവിടെ അദ്ദേഹം പറയുന്നതേ നടക്കൂ പന്തളം സുധാകരൻ. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി, തൽക്കാലത്തെ സ്ഥിതി അതാണ്. ഇപ്പം നാളെ കോൺഗ്രസിന് എന്ത് ചെയ്യാൻ പറ്റും? കോൺഗ്രസിന് ഒരു ഒത്തുതീർപ്പ് നിർദ്ദേശം വയ്ക്കാനല്ലേ കഴിയുള്ളൂ. പി ജെ ജോസഫിന് ഇപ്പോഴും ആവശ്യം, മോനിച്ചിനൊന്നും പറയുന്നില്ല, മോനിച്ചിനൊന്നും അറിയത്തില്ല, ഞങ്ങളുടെ ആവശ്യം എന്താണെന്നൊന്നും മോനിച്ചിന് അറിയത്തില്ല. പക്ഷെ ഞാൻ പറഞ്ഞുതരാം മോനിച്ച, പി ജെ ജോസഫിന് ഇപ്പോൾ ആവശ്യം ഇനി കെ എം മാണിയുടെ കൂടെ നിൽക്കാൻ വയ്യ. ആ പൊറുതി അദ്ദേഹം മടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് പൊറുതി മാറ്റണം. സ്വതന്ത്ര പാർട്ടിയായിട്ട് ജോസഫ് ഗ്രൂപ്പ് പുനരുജ്ജീവിച്ച്, പഴയ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ജെ പുനരുജ്ജീവിപ്പിച്ച് ഒരു സ്വതന്ത്ര പാർട്ടിയായിട്ട് നിലനിൽക്കണം. UDF തന്നെ സ്ഥാനം വേണം. പിന്നെ ഏറ്റവും പ്രധാനം, ഒരു ലോക്സഭാ സീറ്റ് അദ്ദേഹം ആവശ്യപ്പെട്ടതുപോലെ, അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ഇടുക്കിയെങ്കിൽ ഇടുക്കി കിട്ടുകയും വേണം. ഇത്രയും കാര്യം സാധ്യമാണോ? എങ്കിൽ മാത്രമേ UDFിനകത്ത് സമാധാനം കൈവരൂ. അതാണ് ഇന്ന് ഈ നിമിഷം കേരള കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും മുമ്പിലുള്ള ചോദ്യം. ഇതെത്ര കണ്ട് സാധിക്കും? ഇതെത്ര കണ്ട് വർക്കബിളാണ് ആയ ഒരു സൊല്യൂഷനാണ്? തീർച്ചയായിട്ടും ഇതേ ചൊല്ലിയായിരിക്കും ഈ വരുന്ന ദിവസങ്ങളിൽ രാഹുൽ ഗാന്ധി പോയി കഴിഞ്ഞാലും അതിനിടയ്ക്കും ഒക്കെ ആയിട്ട് കോൺഗ്രസിനകത്തും കേരള കോൺഗ്രസിനകത്തും മാണിയുടെ മുമ്പാകെയും ചർച്ച നടക്കുക. അതായത് ജേക്കബ് ജോർജ്, ഇത് നേരത്തെ തന്നെ കൃത്യമായ രീതിയിൽ നടന്ന ഒരു പ്ലാനിനനുസരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 2 സീറ്റ് എന്നുള്ള ആവശ്യം ഒരു കാരണവശാലും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അംഗീകരിക്കാൻ സാധ്യതയില്ല എന്ന് കൃത്യമായി അറിയുന്ന ഒരാൾ കൂടിയാണ് ജോസഫ് വിഭാഗം. എന്നിട്ടും സീറ്റ് ചോദിക്കുന്നു, കോട്ടയം ചോദിക്കുന്നു. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അങ്ങനെയാണെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്തുവരിക, മുന്നണിക്ക് ഒപ്പം നിൽക്കുക, ഒരു നിയമസഭാംഗത്വം റദ്ദാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത്, അതിന് കോൺഗ്രസ് കൂടെ നിൽക്കുക വേണം. ആ സഹായമാണോ കോൺഗ്രസിൽ നിന്ന് പി ജെ ജോസഫ് ചോദിക്കുന്നത് ഇപ്പോൾ? അതെ, കെ എം മാണിയും ജോസഫ് ഗ്രൂപ്പും തമ്മിലുള്ള യുദ്ധത്തിൽ ഇതുവരെയും UDF നേതൃത്വം ഒരു സമവായ ശ്രമങ്ങളിലൂടെ അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇടപെട്ടിട്ടില്ല, ഇടപെടാൻ സാധ്യവുമല്ല. പക്ഷെ ഇപ്പോൾ ഒരു സമവായം ഏതുവരെയാകാം, എവിടെ വരെയാകാം എന്ന് ചോദ്യമുണ്ട്. ഇന്നിപ്പോൾ ജോസഫിനെ കൈവിടാൻ ഒരിക്കലും കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. കാരണം കഴിഞ്ഞിടയ്ക്ക് പ്രത്യേകിച്ച് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ അനുനയിപ്പിച്ച് UDFിലേക്ക് കൊണ്ടുവരുവാനുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അതിൽ മുൻകൈയെടുത്തത്, പ്രധാന പങ്ക് വഹിച്ചത് പി ജെ ജോസഫാണ്. അപ്പോൾ വേണ്ടി വന്നാൽ, അന്ന് ജോസഫുമായിട്ട് കോൺഗ്രസ് നേതൃത്വം ഉണ്ടാക്കിയ ഒരു അണ്ടർസ്റ്റാൻഡിങ്, വേണ്ടി വന്നാൽ കേരള കോൺഗ്രസിനെ പിളർക്കാൻ പോലും കോൺഗ്രസ് ഒരു ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നിടം വരെ എത്തിയിരുന്നു. അങ്ങനെയുള്ളൊരു പി ജെ ജോസഫിനെ പെട്ടെന്ന് കേരള കോൺഗ്രസിനകത്തെ ഒരു സംഘർഷത്തിൻ്റെ പേരിൽ കൈവിടാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറില്ല. അപ്പം നാളെ ഇത് സംഭവിക്കും, തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം. ശ്രീ എം മോനിച്ചൻ, ജോസഫ് വിഭാഗം ഇന്ന് കോൺഗ്രസ് നേതാക്കളോട് അല്ലെങ്കിൽ UDF നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഫോർമുലകൾ എന്തൊക്കെയായിരുന്നു? താങ്കൾക്ക് അല്പമെങ്കിലും ഒരു ചെറിയ ക്ലൂ എങ്കിലും തരാൻ കഴിയുമല്ലോ. ഇപ്പോൾ ജേക്കബ് സാറ് സൂചിപ്പിച്ചതുപോലെ പാർട്ടി ഒരു പിളർപ്പിൻ്റെ വക്കിലല്ല. അങ്ങനെ പിളർന്ന് കാണണം എന്നതാണ് കുറച്ച് ആളുകൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ പാർട്ടി അങ്ങനെ ഒരു പിളർപ്പിൻ്റെ വക്കിലേക്കല്ല പോകുന്നത്. മറിച്ച് കേരള കോൺഗ്രസ്സിന് 2 സീറ്റ് അർഹത ഉണ്ട്, ആ കാര്യം തർക്കമൊന്നുമില്ല. പക്ഷേ ഒരു സീറ്റാണ് നമുക്കിപ്പോൾ തന്നിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച് ഇടുക്കി സീറ്റിൽ പി ജെ ജോസഫ് സാറിനെ മത്സരിപ്പിച്ചാൽ എന്താണ് കുഴപ്പം? 2 സീറ്റ് ഇപ്പം നമ്മൾ കോട്ടയവും ഇടുക്കിയും എടുത്ത് പരിഗണിക്കുമ്പോൾ ഈ 2 സീറ്റും ജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിമാരെ കണ്ടെത്തണമെന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. കോട്ടയവും ജയിക്കണം, ഇടുക്കിയും ജയിക്കണം. അതൊരു പാക്കേജായി കണ്ടുകൊണ്ട് മാത്രം, കാരണം പ്രത്യേക കാർഷികമായ മേഖലയാണ്. ആ മേഖലയിൽ കാർഷികമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നതായിട്ടുള്ള സ്ഥാനാർത്ഥിമാർ മുമ്പോട്ട് വരണം. അതിൽ പി ജെ ജോസഫ് സാറിൻ്റെ ആ ഒരു സാന്നിധ്യം അത് അനിവാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ആദ്യത്തെ പ്രശ്നം. പാർട്ടി പിളരുവോ പിളരാതിരിക്കുവോ അതൊക്കെ പിന്നെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. കൃത്യമായി നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ കോൺഗ്രസിൽ നിന്ന് 2 സീറ്റ് കിട്ടുകയില്ല എന്നുള്ളത്? കൃത്യമായി അറിയുന്ന കാര്യമല്ലേ? അതുകൊണ്ട് കൂടിയല്ലേ കോട്ടയവും ഇടുക്കിയും വെച്ചു മാറിയാൽ മതി എന്നൊരു ധാരണയൊക്കെ ഇടയ്ക്ക് എത്തിയതല്ലേ? അല്ല, അത് അങ്ങനെയും ഇനിയും സാധ്യതകളുണ്ടല്ലോ. ആ സാധ്യതയാണ് കോൺഗ്രസിനോട് കേരള കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അഭ്യർത്ഥിക്കുന്നത്. ആ സാധ്യത ക്രിയേറ്റ് ചെയ്യാൻ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ ഇന്ന് കേരളത്തിലുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്.
അങ്ങനെ ഒരു ശുഭാപ്തികരമായ തീരുമാനം ഉണ്ടാവട്ടെ എന്ന് അതായത് കേരള കോൺഗ്രസ് എമ്മിന്റെ ശ്രീ എം മോനിച്ചൻ പാർട്ടി പിളരുന്നില്ല. കേരള കോൺഗ്രസ് എമ്മിന്റെ ഒറ്റ സീറ്റ് ഇടുക്കിയിലേക്ക് മാറ്റുക, കോട്ടയത്ത് കോൺഗ്രസ് മത്സരിക്കുക, മുന്നോട്ട് വെച്ചിരിക്കുന്ന ഫോർമുലകളിലൊന്ന് അല്ലേ? അങ്ങനെ സാധ്യമാകുമെങ്കിൽ അതുണ്ടാവണം, അതിന് തർക്കമില്ല. അത് സാധ്യമാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് സാധ്യമാകുമെന്ന് കരുതുന്നുണ്ടോ? അതായത് കേരള കോൺഗ്രസ് എമ്മിനകത്ത് നിന്നുകൊണ്ട് അത് സാധ്യമാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? താങ്കൾ കരുതുന്നില്ല എന്ന് എനിക്കറിയാം, പക്ഷേ എത്രയോ വിട്ടുവീഴ്ചകൾ, എത്രയോ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ എത്രയോ വിട്ടുവീഴ്ചകൾ കോൺഗ്രസ് പാർട്ടിയും കേരള കോൺഗ്രസ് പാർട്ടിയും കഴിഞ്ഞ കാലങ്ങളിൽ സ്വീകരിച്ചിരിക്കുന്നു. ആ മാനദണ്ഡവും ആ കീഴ്വഴക്കങ്ങളും ഒക്കെ ഇവിടെ ഇന്ന് പ്രാവർത്തികമാക്കേണ്ട ഒരു അനിവാര്യതയിലാണ് നിൽക്കുന്നത്. അത് ഇവിടെ കേരള കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ ഇടുക്കിയും കോട്ടയം എന്ന വിഷയമല്ല. ഇന്ത്യൻ പാർലമെന്റിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്നേ മതിയാവൂ. BJPയുടെ ഭരണം അവസാനിപ്പിക്കേണ്ട ഒരു കാലഘട്ടം. വിഷയം അത്രയ്ക്കും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോകണമെന്നില്ല, വിഷയം അത്രയ്ക്കും വലുതാക്കി എടുക്കണ്ട. ശ്രീ പന്തളം സുധാകരൻ, കോൺഗ്രസിന് ഒരു സീറ്റ് കൂടി തരാം, അതിനുള്ളൊരു ബാധ്യതയുണ്ട് ഉണ്ട് എന്നുള്ളൊരു സൂചന എന്തുകൊണ്ടാണ് എം മോനിച്ചന്റെ വാക്കുകൾ വരുന്നത്? നേരത്തെ UDF നേതാക്കളെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം ശുഭപര്യവസായിയായി അവസാനിക്കുമെന്ന് PJ ജോസഫ് പറയുമ്പോഴും കോൺഗ്രസ് ഇപ്പോഴുണ്ടായ ഈ തർക്കത്തിന് പിറകിലും കോൺഗ്രസിന് ഒരു ബാധ്യതയുണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ. അങ്ങനെയാണെങ്കിൽ അത് കോൺഗ്രസിന്റെ ഒരു സീറ്റ് കളഞ്ഞുകൊണ്ടുള്ള വിട്ടുവീഴ്ചയാകാം. കേരള കോൺഗ്രസ് എമ്മിനകത്ത് നിൽക്കുകയോ പുറത്തു വരികയോ. എന്തുകൊണ്ടാണ് ആ രീതിയിൽ ശ്രീ എം മോനിച്ചന്റെ വാക്കുകൾ വരുന്നത്? അല്ല, അപർണ, യാതൊരു കാരണവശാലും ഞാൻ പറയട്ടെ, ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് UPA രൂപീകരിക്കണം എന്നാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സാധാരണ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. അതിന് കോൺഗ്രസിൻ്റെ ഒറ്റയ്ക്ക് കൂടുതൽ സീറ്റ് വേണം എന്നുള്ളൊരു അടിസ്ഥാനപരമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ, കാരണം എല്ലാ ഘടകകക്ഷികളും ശ്രീ ദേവരാജൻ്റെ ഫോർവേഡ് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള ഐക്യജനാധിപത്യ മുന്നിലെ ഘടകകക്ഷികൾ എല്ലാവരും തന്നെ പാർലമെൻറ്റ് സീറ്റിന് കൂടുതൽ സീറ്റിന് അർഹരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഇപ്പോഴുള്ള പരിമിതി അനുസരിച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് 2 സീറ്റും കേരള കോൺഗ്രസിന് 1 സീറ്റുമാണ് പാർലമെൻറ്റിൽ കൊടുക്കാനൊരു ധാരണയായിട്ടുള്ളത്. അത് റീഓപ്പൺ ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഒരു വക്താവ് എന്നുള്ളതല്ലേ പറയട്ടെ, ആ പറഞ്ഞ കാര്യം നടക്കാൻ പോകുന്നില്ല. കേരള കോൺഗ്രസിന് ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ സീറ്റിൽ ആരെയും സ്ഥാനാർത്ഥിയാക്കാനുള്ള ഉത്തരവാദിത്വം അവകാശവും ആ പാർട്ടിക്കുണ്ട് എന്ന കാര്യം സംശയത്തിനിടയില്ല. പിന്നെ പുതിയൊരു സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് റീഓപ്പൺ ചെയ്യാനുള്ള ശ്രമം നടത്തി അന്തരീക്ഷം കൂടുതൽ വഷളാക്കരുത് എന്നുള്ളൊരു വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ആ രീതിയിലേക്കൊന്നും പോകുകയില്ല. ശ്രീ PJ ജോസഫ് ഉൾപ്പെടെയുള്ളവരുടെ എല്ലാ ബഹുമാനത്തോടു കൂടി പറയട്ടെ, അവരൊക്കെ ഐക്യജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഈ മുന്നണിയിൽ തന്നെ ഉണ്ടാകും. അവരുടെ എല്ലാം അഭിമാനം സംരക്ഷിക്കുന്ന നിലപാട് തന്നെയായിരിക്കും ഐക്യജനാധിപത്യ മുന്നണി എടുക്കുന്നത്, ഐക്യജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് എടുക്കുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ പന്തള സുധാകരൻ, കോൺഗ്രസ് ഏകദേശം പെട്ടു ഈ വിഷയത്തിനകത്ത്, അതല്ലേ സത്യം? കോൺഗ്രസിനെ അങ്ങനെ പെടുത്താൻ ആർക്കെങ്കിലും കഴിയുമോ? മാത്രമല്ല, ഈ ഇന്ത്യയിൽ തന്നെ മുന്നണി സംവിധാനത്തിന് രൂപം കൊടുത്തത് തന്നെ കെ കരുണാകരൻ്റെയൊക്കെ നേതൃത്വത്തിൽ കേരളത്തിലാണ്. കാര്യം ഐക്യജനാധിപത്യം കൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും, ഇത് CPM പോലല്ലല്ലോ. ഇപ്പോൾ ശ്രീ MB വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി CPM മുന്നണിയിൽ ചെന്നിട്ട് ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതം നമ്മളെല്ലാം കണ്ടതല്ലേ. അങ്ങനെയല്ലല്ലോ കോൺഗ്രസ് ഏതാനും മാസങ്ങൾക്ക് മുമ്പല്ലേ കോൺഗ്രസിൻ്റെ അർഹതപ്പെട്ട രാജ്യസഭാ സീറ്റ് ശ്രീ ജോസ് കെ മാണിക്ക് വളരെ സന്തോഷത്തോടു കൂടിയാണ്, ഒരുപാട് പ്രതിഷേധം കോൺഗ്രസ് നേതൃനിരയിലും പ്രവർത്തകന്മാരിലും ഉണ്ടായിരുന്നിട്ട് പോലും കോൺഗ്രസിന് അവകാശപ്പെട്ട ഒരു സീറ്റ്, രാജ്യസഭാ സീറ്റ് എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസിൻ്റെ സംസ്കാരവും മുന്നണി മര്യാദയും കാത്തു സൂക്ഷിക്കണം എന്നുള്ള അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരുപാട് പരിമിതി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് ഈ 3 സീറ്റ് ഇതിനപ്പുറമായി 3 സീറ്റ് എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ജോസഫ് സീറ്റ് അവകാശപ്പെട്ടത് ന്യായമാണെന്ന് താങ്കൾ തന്നെ ചർച്ച തുടങ്ങിയപ്പോൾ പറഞ്ഞതാണ്. കോൺഗ്രസിന് അഭിപ്രായമുണ്ട്. ലീഗും കോൺഗ്രസ് നേതാക്കളും കെ മാണിയെ നേരിട്ട് വിളിച്ച് ചർച്ചകൾ നടത്തിയതാണ്. 5 പൈസയുടെ ഗുണം പോലും ഉണ്ടായില്ല, അതൊന്നും കേട്ടില്ല. ആ സമ്മർദ്ദമെല്ലാം മറികടന്നുകൊണ്ട് കേരള കോൺഗ്രസ് എം കൃത്യമായ രീതിയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ്. അവർക്ക് അവരുടേതായ പ്ലാനുണ്ട്. കോൺഗ്രസ് പറഞ്ഞാൽ KM മാണിയോ മാണി ഗ്രൂപ്പോ കേൾക്കില്ല എന്ന കാര്യം വ്യക്തമാണ്. ഈ രീതിയിലേക്ക് തർക്കങ്ങൾ നീങ്ങുകയും ചെയ്യും.
ശ്രീ പന്തള സുധാകരൻ, കെ മാണിയെ മുന്നണിയിലെടുത്തപ്പോൾ UDF-ന്റെ ഉന്നതാധികാര സമിതി അംഗത്വം VM സുധീരൻ രാജിവെച്ചിരുന്നു. ഇങ്ങനെ ചില മുന്നറിയിപ്പുകളൊക്കെ നൽകിക്കൊണ്ടായിരുന്നു. അങ്ങനെ തോന്നുന്നുണ്ടോ ഇപ്പോൾ? ഇല്ലില്ല, അങ്ങനെ രാജിവെച്ചതായിട്ട് അതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല അദ്ദേഹം ഉന്നതാധികാര സമിതിയിൽ നിന്ന് രാജിവെച്ചത്. അങ്ങനെ രാജിവെച്ചതായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ മുന്നണി കെട്ടുറപ്പോടുകൂടി പോവുകയും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു പൊതുവെ നിങ്ങളെല്ലാം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരു സർവേ ഉണ്ടല്ലോ, ആ സർവേ റിപ്പോർട്ടിലൊക്കെ കൂടുതൽ ആവേശത്തിൽ തന്നെയാണ് പ്രത്യേകിച്ച് UDF-ന്റെ പ്രവർത്തകന്മാരൊക്കെ. ഏറ്റവും വലിയ പരിഭ്രമത്തിലാണ് CPM. അവരുടെ സ്ഥാനാർത്ഥി നിർണ്ണയം തന്നെ നമുക്കറിയാമല്ലോ. എത്രയോ ക്രിമിനൽ, അതായത് കൊലപാതക കേസിൽ തന്നെ പ്രതിയായിട്ടുള്ളവരെ സ്ഥാനാർത്ഥിയാക്കി നിർത്തേണ്ട ഒരു ഗതികേട് CPM-ന് വന്നു. ഇത്രയും MLA-മാരെ മുഴുവൻ കൊണ്ടിറക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ അവർക്ക് അങ്ങേയറ്റം പരിഭ്രമം ഉള്ളതുകൊണ്ട്, പരാജയ ഭീതി അങ്ങേയറ്റം ഉള്ളത് കൊണ്ടാണെന്ന കാര്യം സംശയമില്ല. അങ്ങനെ ഇരിക്കുന്ന അന്തരീക്ഷത്തിൽ ആ അന്തരീക്ഷത്തിന് ഒരു കളങ്കമുണ്ടാക്കാൻ ഒരു ഘടകകക്ഷിയും തയ്യാറാകും എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ PJ ജോസഫിന് പാർലമെൻറ്റ് സീറ്റ് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞത്, അവർക്ക് അനുവദിച്ചിട്ടുള്ള ഒരു സീറ്റിൽ ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അവർക്കാണ്. അത് രാഹുൽ ഗാന്ധിക്ക് പോലും അതിന് അധികാരമില്ല ഇന്ന ആൾക്ക് കൊടുക്കണമെന്ന് പറയാൻ. അതൊരു പാർട്ടിയുടെ അഭിപ്രായമാണ്, പാർട്ടിയുടെ സ്വാതന്ത്ര്യമാണ്, പാർട്ടിയുടെ അവരുടെ അന്തസ്സിനനുസരിച്ച് അവർക്ക് ആരെയും സ്ഥാനാർത്ഥിയായി തീരുമാനിക്കാം. ആരും കൈകടത്തുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞത് ഒരു സീറ്റ് കൂടി വേണം എന്നൊരു കൈകടത്തുന്നില്ല എന്നല്ല, കൃത്യമായ രീതിയിൽ ബെന്നി ബെഹനാൻ ഇന്നലെ പറഞ്ഞതാണ്, പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ UDF നേതൃത്വം ഇടപെടുമെന്ന്. അല്പം സമയം കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ നേതാവ് അത് തിരുത്തി അല്പം മയപ്പെടുത്തി പറഞ്ഞു, ഇത് കേരള കോൺഗ്രസ് തന്നെ പരിഹരിക്കുമെന്ന്. അതായത് കോൺഗ്രസ് കൈ കടത്തണം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, അതിൽ വലിയ ഗുണമുണ്ടാകില്ല. അങ്ങനെയും കൂടിയല്ലേ? അല്ല, ശ്രീ ബെന്നി ബെഹനാൻ UDF-ന്റെ കൺവീനറാണ്. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വമാണല്ലോ UDF-നെ കെട്ടുറപ്പോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം എല്ലാ ഘടകകക്ഷികളുമായി ആശയവിനിമയം നടത്തി ഒരു തീരുമാനമെടുക്കുന്നതിന് അദ്ദേഹം നേതൃത്വം കൊടുക്കും. ആ നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരു ഘടകകക്ഷി എന്നുള്ള നിലയിൽ ആ പാർട്ടിയുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താതെ അവരൊരു തീരുമാനമെടുക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ്. അതല്ലാതെ ഒരു പൊതുവായി മുന്നണിയുടെ ഒരു പ്രശ്നമായി മാറുമ്പോൾ ഘടകകക്ഷി നേതാക്കന്മാരെല്ലാം ഇടപെടും. അങ്ങനെയാണല്ലോ എപ്പോഴും എല്ലാ മുന്നണിയിലും സംഭവിക്കുന്നത്. ലീഗ് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നില്ല. നേരത്തെ ഈ ചർച്ച തുടങ്ങിയപ്പോൾ, തർക്കം തുടങ്ങിയപ്പോൾ ഇതിനകത്ത് ആദ്യം മധ്യസ്ഥതയ്ക്ക് ഉണ്ടായിരുന്നതാണ്. ലീഗ് എവിടെ പോയി? ലീഗ് അതിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവർ ശക്തമായി തെരഞ്ഞെടുപ്പ് ഗോദായിൽ പ്രവർത്തനത്തിലുണ്ടല്ലോ. അവർ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് രംഗത്ത് തന്നെ സജീവമായി നിൽക്കുക. അതല്ല ശ്രീ പന്തള സുധാകരൻ, കേരള കോൺഗ്രസിന്റെ തർക്കത്തിനിടയിൽ ലീഗും ഇടപെടാനുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ലീഗിനെ ആ ചിത്രത്തിൽ പോലും കാണുന്നില്ല. ലീഗ് സാധാരണ രീതിയിൽ ഈ വിഷയത്തിനകത്ത് മധ്യസ്ഥം വഹിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസിന്റെ വിഷയത്തിനകത്ത് ലീഗ് എന്തുകൊണ്ടാണ് കാണാത്തത് ഇപ്പോൾ? അല്ല, ചിത്രത്തിൽ വരാതെ ലീഗ് മാത്രമല്ല എല്ലാ ഘടകകക്ഷി നേതാക്കന്മാരും മുന്നണിയിലുള്ള എല്ലാ ചെറിയതും വലുതുമായ എല്ലാ കക്ഷികളിലും തർക്കങ്ങൾ ഉണ്ടാകുമെങ്കിൽ ഉണ്ടായിട്ടുള്ള കാലത്തൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അത് അതിൻ്റേതായ അന്തസ്സോടുകൂടി സൗമ്യതയോടുകൂടി അതിൻ്റെ ഒരു സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇടപെട്ടിട്ടുണ്ട്. അതല്ലാതെ അതൊരു ചിത്രമുണ്ടാകുന്ന തരത്തിൽ, ഒരു വിഷ്വൽ ഇമ്പാക്ട് ഉണ്ടാകുന്ന തരത്തിൽ ഇവരാരും ഇടപെടേണ്ട കാര്യമില്ല. അങ്ങനെയാണോ ശ്രീ ജേക്കബ് ജോർജ്? ഇടപെട്ടിട്ട് കാര്യമില്ല, ഞങ്ങൾ ഇടപെട്ടിട്ട് കാര്യമുണ്ടാകുന്നില്ല എന്ന് പന്തള സുധാകരൻ സമ്മതിക്കാത്തത് എന്തുകൊണ്ടാണ്? അല്ല, ഇപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ ഉമ്മൻചാണ്ടി മുതൽ മുല്ലപ്പള്ളി മുതൽ രമേശ് ചെന്നിത്തല അങ്ങനെ എല്ലാവരും മുതിർന്ന നേതാക്കന്മാർ തന്നെ ഇടപെട്ടിരിക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പ്രശ്നം അത്ര ലളിതമല്ല, വളരെ സങ്കീർണമാണ്. ഒന്നാമത്തെ കാര്യം, കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഈ തിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ ചൊല്ലിയാണ് തർക്കം, അതും 11th അവർ. എന്ത് ചെയ്യും? കോൺഗ്രസ് സ്വന്തം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടില്ല. LDF ആണെങ്കിൽ ഇതാ കൺവെൻഷനിലൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. BJP ഉടനെ പ്രഖ്യാപിക്കും. എവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ? അതല്ലേ പ്രശ്നം. അതുപോലും തീരുമാനത്തിലെത്താത്ത സാഹചര്യത്തിൽ ഇപ്പം രാഹുൽ ഗാന്ധി നാളെ കോഴിക്കോട്ട് ഞങ്ങളുടെ സ്ക്രീനിംഗ് കമ്മിറ്റി, കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി കൂടാൻ പോകുന്നത്. അതെ പന്തള സുധാകരൻ, ഞാൻ പറഞ്ഞത് നാളെ രാഹുൽ ഗാന്ധി അവിടെ സ്ഥാനാർത്ഥികളുടെ കൈയൊക്കെ പിടിച്ചു പോക്കി അവതരിപ്പിക്കേണ്ടതാണ് ജനങ്ങളുടെ മുമ്പിൽ. സ്ഥാനാർത്ഥികളില്ല. ഇപ്പോൾ MK രാഘവനുണ്ട്, അങ്ങപ്പുറത്ത് പിന്നെ ആരുണ്ട്? K സുധാകരനുണ്ട്. വേറെ ആരാ ഉള്ളത്? ഇതൊക്കെ നേരത്തെയൊക്കെ
ഒരു ഗൃഹപാഠമൊക്കെ നേരത്തെ ചെയ്ത് വെക്കണ്ടേ? 1, 2, 3 പ്ലാൻ എ, പ്ലാൻ അല്ല, അത് വലിയ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക നീണ്ടുന്ന വലിയ വിഷയമാണ് ശ്രീ ജേക്കബ് ജോർജ്. അതിന് വേറെ ചർച്ച എടുക്കേണ്ടി വരും. ഒരു ചെറിയ കാര്യം, നമ്മൾ കേരള കോൺഗ്രസിൽ തന്നെ നിൽക്കുന്നുണ്ട്, അതുകൂടെ കഴിഞ്ഞിട്ട് വേണമല്ലോ ഇതിന് UDF-ന് ഒരു അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് നീങ്ങാൻ. നേരത്തെ ഈ പറഞ്ഞ വിഷയം ജോസഫ് എന്തുകൊണ്ട് പറയുന്നു കോൺഗ്രസ് ഈ വിഷയം രമ്യമായി പരിഹരിക്കും? നേരത്തെ ശ്രീ പന്തള സുധാകരൻ തന്നെയാണ് അതിനുള്ള ഉത്തരം പറയുന്നത്. ഘടകകക്ഷികളാണ്, എല്ലാവരും അവരവരുടേതായ കാര്യങ്ങൾ നോക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് കോൺഗ്രസ് നേതാക്കളെ കാണാൻ വരികയും UDF നേതൃത്വം ഇത് പരിഹരിക്കട്ടെ എന്നും ഉറച്ചുറച്ച് ജോസഫിന് പറയേണ്ട ആവശ്യമില്ല. ജോസഫ് പറയുന്നത് എന്തോ പ്രതീക്ഷിച്ചുകൊണ്ടാണ്. ഒറ്റ കാര്യം ചോദിക്കട്ടെ, കോട്ടയം കോൺഗ്രസ് A ഗ്രൂപ്പിന്റെ തട്ടകമാണ് കോട്ടയം. സ്വാഭാവികമായിട്ട് നിയമസഭാ മണ്ഡല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ 2 മണ്ഡലത്തിൽ ഒതുങ്ങി നിൽക്കേണ്ട സ്ഥിതി കോൺഗ്രസിനുണ്ട്. മാണി കോൺഗ്രസ് കാരണം ഒരു പക്ഷേ ജോസഫിനെ കൊണ്ട് കോട്ടയം സീറ്റ് വാങ്ങി ഒരു ഇടുക്കി കോട്ടയം സീറ്റ് വെച്ചു മാറിൽ ഏതെങ്കിലും ധാരണ, അടിയൊഴുക്കുകൾ ഇവിടെ ഉണ്ടായിരുന്നു? പന്തള സുധാകരൻ അത് നിഷേധിക്കും. ശ്രീ ജേക്കബ് ജോർജ്, അങ്ങനെ എന്തെങ്കിലും അടിയൊഴുക്കുകൾക്ക് ഒരു സാധ്യത ഇവിടെ ഉണ്ടായിരുന്നു? അല്ല, നേരത്തെ അങ്ങനെ ഒരു ഇപ്പോഴും പലരും പറയുന്നത് PJ ജോസഫ് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടാക്കിയത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പിന്തുണയോടെയാണ് എന്നാണല്ലോ. അത് പരസ്യമായ ഒരു രഹസ്യമാണ്. കോൺഗ്രസിനകത്തൊരു താല്പര്യം ഉണ്ടായിരുന്നു. ഒരു സീറ്റാണ് കിട്ടുക, ആ സീറ്റ് PJ ജോസഫിന് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇടുക്കിയിലേക്ക് അദ്ദേഹം പോയിരുന്നു. കാരണം ഒരിക്കലും PJ ജോസഫിൻ്റെ തട്ടകമല്ല കോട്ടയം. എന്നാൽ കോട്ടയം പ്രമുഖ കോൺഗ്രസ്സുകാർ ഉമ്മൻചാണ്ടി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അങ്ങനെ പ്രമുഖരായ ധാരാളം, ഈവൻ KC ജോസഫ്, ധാരാളം പ്രമുഖ കോൺഗ്രസ്സുകാർ താമസിക്കുന്ന സ്ഥലമാണ് കോട്ടയം. അവരുടെ അവരുടെ തട്ടകം തന്നെയാണ് കോട്ടയം. അതുകൊണ്ട് കോട്ടയം കോൺഗ്രസിൽ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അവർക്ക് താല്പര്യം കാണിച്ചാൽ അതൊട്ടും ഒരു മഹാപാപം ഒന്നുമല്ല. രാഷ്ട്രീയമാണ്, രാഷ്ട്രീയത്തിൽ എന്തും നടക്കും. പക്ഷേ PJ ജോസഫിൻ്റെ കാര്യത്തിൽ KM മാണി കടുംപിടുത്തം പിടിച്ചു, അല്ലെങ്കിൽ ജോസ് കെ മാണി കടുംപിടുത്തം പിടിച്ചു. അതുകൊണ്ട് തന്നെ ആ സീറ്റ് നിഷേധിക്കപ്പെട്ടു. ഏതായാലും നമ്മുടെ മോനിച്ചനോട് ഞാൻ പ്രത്യേകം അടിവരയിട്ട് പറയുകയാണ്, മോനിച്ച, നിങ്ങളുടെ പാർട്ടി 2 ആയി കഴിഞ്ഞു. ജോസഫ് ഗ്രൂപ്പ് പ്രത്യേക ഒരു കേരള കോൺഗ്രസ് ആണ്. ഇനി അതിൽ നിന്നൊരു തിരിച്ചുപോക്കില്ല. KM മാണിയും PJ ജോസഫും ഒരു പാർട്ടിയിൽ ഇരിക്കുന്ന പ്രശ്നമില്ല മോനിച്ച, യാതൊരു സംശയം വേണ്ട ഇക്കാര്യത്തിൽ. ഇനി എന്ത് എന്നുള്ളതാണ് ഒരു പക്ഷേ കോൺഗ്രസ് നേതൃത്വം. അപർണ, എനിക്ക് ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ പറയുന്നത് പോലെ ഒരു സൊല്യൂഷൻ എങ്ങനെ ഉണ്ടാക്കാം, 2 ഗ്രൂപ്പാക്കി മാറ്റുക, ഒരു തുള്ളി ചോര ഒഴുക്കാതെ ഉള്ള ഒരു സർജിക്കൽ ഓപ്പറേഷൻ. അങ്ങനെയാണെങ്കിൽ 2 ഗ്രൂപ്പാക്കുക. ആ 2 ഗ്രൂപ്പുകളെയും UDF-ന്റെ അകത്ത് നിലനിർത്തുക. പിന്നെ PJ ജോസഫിൻ്റെ ആവശ്യം ഒരു സീറ്റും കൂടിയാണ്. അത് അദ്ദേഹത്തിന് ഇടുക്കി കോൺഗ്രസിൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കുക. ഒരു പക്ഷേ UDF-ന്റെ മൊത്തം ഒരു സ്വതന്ത്രനായിട്ട് PJ ജോസഫ് മത്സരിക്കട്ടെ എന്ന ഒരു നിർദ്ദേശവും എവിടെ നിന്നോ വന്നിട്ടുണ്ട്. അതും കോൺഗ്രസിന്റെയും PJ ജോസഫിന്റെയും UDF-ന്റെയും ഒക്കെ മുമ്പിലുണ്ട് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. പിളർന്നിട്ടും പിളരുന്നില്ല എന്ന് ആവർത്തിച്ചാൽ പാർട്ടി വളരുമോ? എം മോനിഷൻ, ഓരോ പാർട്ടിയുടെയും ആഭ്യന്തര വിഷയമാണ് ആ പാർട്ടിയുടെ സീറ്റ് തീരുമാനിക്കുക എന്നുള്ളത്. അത് തോമസ് ഐസക്കിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് ശേഷം ജോസ് കെ മാണി കൃത്യമായ മാധ്യമങ്ങളോട് പറയുകയാണ് എന്തുകൊണ്ടാണ് ആ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വന്നത്. KM മാണി തന്നെ പറയുകയുണ്ടായി, ബഹുഭൂരിപക്ഷം മണ്ഡലം കമ്മിറ്റി പ്രവർത്തകരുടെ വികാരം ഇങ്ങനെയാണ്, അത് PJ ജോസഫിനെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് മനസ്സിലാക്കും എന്നാണ് ഞാൻ കരുതുന്നത് എന്ന് പറഞ്ഞു. അതായത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, അതൊരു പാർട്ടിയുടെ ആഭ്യന്തര വിഷയമാണ്. നേരത്തെ ശ്രീ പന്തള സുധാകരൻ പറഞ്ഞതും ലീഗ് ഈ വിഷയത്തിനകത്ത് മധ്യസ്ഥതയ്ക്ക് പ്രത്യക്ഷത്തിലില്ല. കോൺഗ്രസും പറയുന്നത് ഇത് ആഭ്യന്തര വിഷയമാണെന്നാണല്ലോ. പിന്നെയും എന്തുകൊണ്ടാണ് ജോസഫ് വിഭാഗം പറയുന്നത് ഇത് കോൺഗ്രസ് കൂടി ഇടപെട്ട് പരിഹരിക്കണം എന്ന് നിങ്ങൾ പറയുന്നത്? എന്ത് പ്രതീക്ഷിച്ചുകൊണ്ടാണ്? എന്തിന് കോൺഗ്രസ് PJ ജോസഫിനെ സഹായിക്കണം KM മാണിയുടെ തീരുമാനത്തെ മറികടന്നുകൊണ്ട്? അതുമാത്രം ഒന്ന് പറയാമോ? അപർണ, ഞാൻ പറയുന്നതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉമ്മൻചാണ്ടി സാറിൻ്റെ കഴിഞ്ഞ UDF ഗവൺമെൻറ്, അതിനു മുൻപ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നു ശ്രീ PJ ജോസഫ്. കേരള കോൺഗ്രസുകളുടെ ഐക്യം അത് സാധ്യമാക്കുന്നതിന് വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിസ്ഥാനം രാജിവെച്ച് കേരള കോൺഗ്രസുകളുടെ ഐക്യം സാധ്യമാക്കിയ നേതാവാണ് PJ ജോസഫ്. അങ്ങനെ ഐക്യ ജനാധിപത്യ മുന്നിലെത്തി. അങ്ങനെ വന്ന ജോസഫ് ഗ്രൂപ്പിൻ്റെ തൊടുപുഴ, കടുത്തുരുത്തി, കോതമംഗലം, PJ ജോസഫ്, TU കുരുവിള, മോൻസ് ജോസഫ്, ആ 3 MLA-മാരുടെ പിൻബലമാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ 71 എന്ന അക്കത്തിലേക്ക് തികച്ചത് എന്നത് കേരളം മറന്നിട്ടില്ല. രണ്ടാമത് 2 വർഷം കേരള കോൺഗ്രസ് പാർട്ടി ഐക്യ ജനാധിപത്യം മാറി നിന്നു. രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുത്തുകൊണ്ട്
ഉപാധി ഉണ്ടാക്കി അല്ലെങ്കിൽ ആ നിലയിൽ ഒരു തീരുമാനമുണ്ടാക്കി ഈ കേരള കോൺഗ്രസ് പാർട്ടി തിരികെ ഐക്യ ജനാധിപത്യ മുന്നിൽ എത്തിക്കുവാൻ PJ ജോസഫ് എന്ന ആ നേതാവ് എടുത്തിട്ടുള്ള ത്യാഗ മനോഭാവം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കേരളത്തിലെ സാധാരണക്കാരായ ജനാധിപത്യ വിശ്വാസികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആ PJ ജോസഫ് എന്ന വ്യക്തി അതൊരു വികസനോന്മുഖമായ രാഷ്ട്രീയത്തിൻ്റെ കാവലാളാണ്. വിദ്വേഷ രാഷ്ട്രീയം PJ ജോസഫിനെതിരെ പ്രയോഗിക്കുമ്പോൾ അവിടെ അടി പതറുന്നത് അതിനാര് ഒരുക്കം കൂട്ടുന്നോ അവർക്കായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഞങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത് PJ ജോസഫ് എന്ന വ്യക്തി, രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ പൊതുപ്രവർത്തകൻ, കർഷകൻ, ഗായകൻ, അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി സന്നദ്ധത പ്രഖ്യാപിച്ചാൽ അത് പരിഗണിക്കാൻ കേരള കോൺഗ്രസ് തയ്യാറാവണം. അവിടെ മണ്ഡലം കമ്മിറ്റിയല്ല പ്രധാനം. ഏതെങ്കിലും ഒരു പാർട്ടി താഴേക്കിടയിൽ മണ്ഡലം കമ്മിറ്റിയിൽ നിന്ന് അഭിപ്രായ രൂപീകരണം നടത്തിയിട്ടാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ഒരു കാര്യം ചോദിച്ചോട്ടെ, പാർലമെന്റ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ഒരു ചോദ്യം, ആരാ PJ ജോസഫിനോട് വിദ്വേഷം കാണിക്കുന്നേ? ആരാ ഇത്ര ക്രൂരത PJ ജോസഫിനോട് കാണിക്കുന്നേ? മോനിച്ച ഒന്ന് പറഞ്ഞേ, ഒരു പേര്. ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരാള് മത്സരിക്കാൻ പാടില്ല. ഒരു തീരുമാനമാണ്, വിചിത്രമായ തീരുമാനമാണ്. MLA മത്സരിക്കാൻ പാടില്ല. ഇടുക്കി കേരള കോൺഗ്രസിന്റെ MLA-മാർ മത്സരിക്കാം. വിചിത്രമായ തീരുമാനമാണ്. എന്നിട്ട് പാർട്ടി പിളർന്നിട്ടില്ല. പാർട്ടി ഒറ്റക്കെട്ടാണെന്ന് ആവർത്തിക്കുകയാണല്ലോ ശ്രീ എം മോനിച്ചൻ. ഒറ്റ മിനിറ്റ്, ഇപ്പോൾ ഞാൻ തിരികെ വരാം. ജനപക്ഷ നേതാവ് ഷോൺ ജോർജ് നമുക്കൊപ്പം ചേരുന്നു. ഷോൺ, കേരള കോൺഗ്രസ് പാർട്ടി പിളർന്നിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ് ശ്രീ എം മോനിച്ചൻ. പക്ഷേ ജോസഫ് വിഭാഗത്തോട് കാണിച്ചത് വളരെ മോശമായ കാര്യമാണെന്ന് ആവർത്തിക്കുന്നു. അപ്പോൾ കോൺഗ്രസ് ഇടപെട്ട് അല്ലെങ്കിൽ UDF ഇടപെട്ട് ഇതിന് കൃത്യമായ രീതിയിൽ ഒരു ശുഭ പര്യവസായ ഒരു തീരുമാനം ഉണ്ടാക്കി തരണമെന്ന് പറയുന്നു. കോൺഗ്രസിന് എത്രത്തോളം ബാധ്യതയുണ്ടെന്നാണ് ഷോൺ കരുതുന്നത് PJ ജോസഫിന് ന്യായം വാങ്ങിക്കൊടുക്കേണ്ടതിൽ? PJ ജോസഫിന് ന്യായം വാങ്ങിക്കൊടുക്കുവോ, മാണി കാണിച്ചത് അല്ലെങ്കിൽ മാണി സാറിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു അനീതിയാണോ എന്നൊന്നും അല്ല ഇപ്പൊ കോൺഗ്രസിന് മുമ്പിലെ പ്രശ്നം. കോൺഗ്രസിനെ സംബന്ധിച്ച് UDF-ന് കിട്ടുന്ന ഓരോ വോട്ടും അല്ലെങ്കിൽ UDF-ന് കിട്ടുന്ന ഓരോ സീറ്റും അവരെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കേന്ദ്രത്തിൽ ഭരണത്തിൽ വരണമെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൽ നിന്നും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമാണ്. അപ്പോ ഇപ്പം പ്രഖ്യാപിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി ഇന്ന് ഒരു ദിവസം കൊണ്ട് തോറ്റുപോയി. അപ്പൊ അവിടെയാണ് നമ്മുടെ പ്രശ്നം. അവിടെയാണ് നമ്മുടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാനാർത്ഥിയായി മുമ്പോട്ട് പോയാൽ കോൺഗ്രസിനകത്ത് തന്നെ ഇന്നലെ DCC യോഗം കൂടിയപ്പോൾ കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നം ഉണ്ടായി. ജോസഫ് സാറോ അല്ലെങ്കിൽ ഇപ്പോ KM മാണി സാർ പ്രഖ്യാപിച്ചിട്ടുള്ള ചാടികാട്ടണം എന്നുള്ളതല്ല കോൺഗ്രസിന് മുമ്പിലെ പ്രശ്നം. അവരെ സംബന്ധിച്ചിടത്തോളം കോട്ടയം സീറ്റിൽ നിന്നും പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ ഇത്രയേറെ രാഷ്ട്രീയപരമായ കോലാഹലങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിച്ചു വന്നാൽ കോൺഗ്രസിന്റെ UDF-ന്റെ അഡ്രസ് പോകും. അതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇത്തരത്തിൽ ഈ സ്ഥാനാർത്ഥിയായി മുമ്പോട്ട് പോയാൽ അത് ജോസഫ് സാറെന്ന് പ്രതീക്ഷിച്ചിരുന്നിടത്ത് ആന വരുമെന്ന് പ്രതീക്ഷിച്ചിടത്താണ് പൂച്ചയെ കൊണ്ട് ഇറക്കിയത്. അപ്പൊ ആ ഒരു വലിയ ഇന്ന് ഒരു ദിവസം നമുക്കറിയാം മധ്യ കേരളത്തിൽ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട് സാധാരണ ജനങ്ങൾക്കിടയിലുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ഫിറ്റ് കാൻഡിഡേറ്റ്, അതും നിയമസഭയിൽ തോറ്റ ഒരു സ്ഥാനാർത്ഥിയെ ഒരു ലോക്സഭയിലേക്ക് കൊണ്ടിടുമ്പോൾ അതിന്റെ നെഗറ്റീവ് ഭീകരമാണ്. അത് നേരിടാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ശ്രീ ഷോൺ ജോർജ്, ചാഴിക്കാടിനെ നിർത്തി വാസവനെ ജയിപ്പിക്കാനുള്ള നീക്കം നടത്തുകയാണ് KM മാണിയെന്ന് ആരോപിച്ചത് PC ജോർജാണ്. അതുകൊണ്ടാണോ PJ ജോസഫ് കോട്ടയത്ത് സീറ്റ് ചോദിച്ചതിന് പിന്നിൽ കോൺഗ്രസിന്റെ കൂടി തീരുമാനമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്നതും? ഞാനൊരു ഒറ്റ ഉദാഹരണം പറയാം. കാലാകാലങ്ങളിൽ CPM-ഉം KM മാണിയുടെ പാർട്ടിയുമായ അഡ്ജസ്റ്റ്മെന്റും കച്ചവടമുണ്ട്. ഞാൻ ഇപ്പോഴും പറഞ്ഞത് 2006 അഡ്വക്കേറ്റ് കൃഷ്ണൻകുട്ടി നായർ അന്വേഷിച്ചാൽ അറിയാം, പാലായിലെ ഏറ്റവും നല്ലൊരു വക്കീലും കൃഷ്ണൻകുട്ടി നായർ ഈ പ്രാവശ്യം മത്സരിച്ചാൽ ഒരു സംശയവുമില്ല ജയിക്കും എന്ന് ജനം മുഴുവൻ വിധി എഴുതിയ സമയത്ത് ഒരു പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സീറ്റ് കൊണ്ട് NCPക്ക് കൊടുത്തു. NCPയുടെ സ്ഥാനാർത്ഥി അന്ന് വളരെ ദുർബലനായ സ്ഥാനാർത്ഥിയുടെ മുമ്പിൽ KM മാണി തോറ്റതും ജയിച്ചത് 4000 വോട്ടിനാണ്. കൃഷ്ണൻകുട്ടി നായർ അന്ന് മത്സരിച്ചിരുന്നെങ്കിൽ ഒരു 15000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ KM മാണി തോറ്റു പോകുമായിരുന്നു. എല്ലാ കാലത്തും നിങ്ങൾ ജോസ് കെ മാണിക്കെതിരെ വരുന്ന സ്ഥാനാർത്ഥികളെ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും, അല്ലെങ്കിൽ KM മാണിക്കെതിരെ കാലാകാലങ്ങളിൽ വരുന്ന സ്ഥാനാർത്ഥി നോക്കിയാൽ മനസ്സിലാവും. ഒരു കാരണവശാലും CPM എന്തുകൊണ്ട് പാലാ സീറ്റ് ഏറ്റെടുത്ത് മത്സരിക്കുന്നില്ല? ഇത് കാലാകാലങ്ങളായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഈ UDF ആയതുകൊണ്ടല്ലേ ഇതുങ്ങളൊക്കെ ചുമക്കുന്നത്. ഈ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ വൃത്തികേടുകളാണ് കോട്ടയത്ത് ചെയ്ത് ഒറ്റ രാത്രി കൊണ്ട് ജോസ് കെ മാണി വരുന്നില്ലേ? എന്തുകൊണ്ട് ലോക്സഭയിലേക്ക് മത്സരിക്കാതെ രാജ്യസഭയിലേക്ക് ഒളിച്ചോടി? കാരണം കോട്ടയത്തെ സാധാരണക്കാരായ കോൺഗ്രസുകാർക്ക് ജോസ് കെ മാണി എന്ന് പറയുന്നത് അത്രയും വലിയ ഒരു ശത്രുവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു.
അപ്പൊ ശ്രീ ഷോൺ ജോർജ്, കോൺഗ്രസിൽ നിന്ന് പി.ജെ. ജോസഫ് വിഭാഗം ആവശ്യപ്പെടുന്നത് ശരിക്കും എന്താണ്? എം മോനിച്ചൻ അതിന് ഒരു സസ്പെൻസ് വെച്ചിരിക്കുകയാണ്. 2 ദിവസത്തിന് തിരിച്ചറിയും. ഈ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് തോന്നുന്നു? പാർട്ടി പിളർത്തി പുറത്തു വന്ന് മുന്നണിക്കകത്ത് നിൽക്കുക, അതിന് കോൺഗ്രസിന്റെ സഹായം ആവശ്യപ്പെടുകയാണോ? എന്തായിരിക്കും പി.ജെ. ജോസഫ് വിഭാഗം ആവശ്യപ്പെടുന്നത്? കോട്ടയത്ത് ഈ അദ്ദേഹം, എനിക്ക് തോന്നുന്നത് ജോസഫ് സാറിന്റെ ബോഡി ലാംഗ്വേജ് വെച്ച് അദ്ദേഹത്തിന്റെ ആളുകളിൽ നിന്നും ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന് നിർബന്ധമായി ആവശ്യപ്പെടും. അങ്ങനെ സ്ഥാനാർത്ഥിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടാൽ ചാരികാടനെ മാറ്റി മറ്റൊരു സ്ഥാനാർത്ഥിയെ ഒരിക്കലും കേരള കോൺഗ്രസ് എമ്മിന് പരിഗണിക്കാൻ പറ്റില്ല. ആ പാർട്ടിക്കകത്ത് മാത്രമല്ല വലിയ പൊട്ടിത്തെറി ഉണ്ടാവും. അപ്പോ ഒരു സമവായത്തിലൂടെ ജോസഫ് സാർ തന്നെ കോട്ടയത്ത് മത്സരിക്കാൻ കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ കഴിയും. അത് തന്നെയായിരിക്കും കോൺഗ്രസ് ശ്രമിക്കുന്നത്. നന്ദി ശ്രീ ഷോൺ ജോർജ്. ശ്രീ പന്തള സുധാകരൻ, കോട്ടയത്തെ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റികളിൽ തോമസ് ചാഴിക്കാടന്റെ സ്ഥാനാർത്ഥിത്വം കയ്യാങ്കളി വരെ പോയി. കോൺഗ്രസിന് ഒരിടത്ത് കേരള കോൺഗ്രസിന്റെ തർക്കം തീർക്കണം, മറ്റൊരിടത്ത് കേരള കോൺഗ്രസ് നേതൃത്വത്തിന് കോൺഗ്രസ് പ്രവർത്തകരോട് പറയണം ഈ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ. ആ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? തീർച്ചയായിട്ടും. കാരണം അത് കുറേ നാളുകൾക്ക് മുമ്പ് രാഷ്ട്രീയത്തിൽ, മുന്നണി രാഷ്ട്രീയത്തിലുണ്ടായ ചില തർക്കങ്ങളല്ല, ചില സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ കോട്ടയത്തെ കോൺഗ്രസ് നേതൃത്വം ഒരു വൂണ്ടഡായിരുന്നു. അതൊക്കെ പരിഹരിക്കപ്പെട്ടു. ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം തീർച്ചയായും അതൊക്കെ പരിഹരിക്കപ്പെട്ടു. ഇനിയിപ്പോൾ എന്തെല്ലാം അസ്വസ്ഥതകൾ ഇപ്പോഴുണ്ട് എന്ന് പറഞ്ഞാലും അതൊക്കെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ഒട്ടും ബാധിക്കില്ല. കൂടുതൽ ആവേശത്തോടു കൂടി കോൺഗ്രസിൻ്റെ കൂടി ഉത്തരവാദിത്വവും കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണ് കൂടുതൽ സീറ്റ് തീർച്ചയായും UDF-ന് നേടിയെടുക്കുക എന്നുള്ളത്, ദേശീയ തലത്തിലെ പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു നല്ല സമാധാനപരമായ അന്തരീക്ഷത്തിൽ തന്നെ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ, ഏറ്റവും കൂടുതൽ ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അവർ ഉൾപ്പെടെയുള്ള കോട്ടയത്തെ കോൺഗ്രസ് നേതൃത്വവും കോൺഗ്രസ് പ്രവർത്തകരും ഒറ്റക്കെട്ടായി തന്നെ ആരാണോ UDF-ന്റെ സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി അരയും തലയും പുറുക്കി രംഗത്തിറങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയം, അങ്ങനെ ഒരു ആശങ്കയൊന്നും ഞങ്ങൾക്കില്ല. പക്ഷേ ഇന്നിപ്പോൾ ആ പാർട്ടിയിലുള്ള കാര്യം ശ്രീ പി.ജെ. ജോസഫിനെ പോലെയുള്ള എന്നും ഐക്യ ജനാധിപത്യ മുന്നണിയോട് ഒപ്പം നിൽക്കുകയും ചെയ്ത ഒരുപാട് സംഭാവനയായിട്ടുള്ള അദ്ദേഹത്തെയും തീർച്ചയായും അദ്ദേഹത്തോടും ഒരു കരുതൽ വേണം എന്നുള്ള അഭിപ്രായം ഞങ്ങൾക്കുണ്ട്. അതെല്ലാ എല്ലാ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഉള്ളതാണ്. കാരണം കേരളത്തിൽ ഒരു പ്രത്യേക അടയാളം ഉണ്ടാക്കിയ ആളാണ് ശ്രീ പി.ജെ. ജോസഫ്. അപ്പോൾ അദ്ദേഹം കൂടി തീർച്ചയായും ഉൾക്കൊള്ളുന്നതാണ് UDF. ആ UDF-ന് പോറലേൽക്കാതെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് നിൽക്കാൻ കഴിയും എന്നാണ് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത്. എനിക്കിപ്പോഴും ക്ലിയർ ആവുന്നത് പി.ജെ. ജോസഫിന് കോട്ടയത്ത് സ്ഥാനാർത്ഥിത്വം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് കൊടുക്കുമെന്ന്, ഇപ്പോഴുള്ള തീരുമാനം പിൻവലിക്കുമെന്ന്, പുനർവിചിന്തനം ചെയ്യുമെന്ന് വിചാരിക്കുന്നോ കോൺഗ്രസ്? ഇല്ലല്ലോ. അല്ല, കോൺഗ്രസിന് അങ്ങനെ വിചാരിക്കാൻ കഴിയില്ലല്ലോ. കോൺഗ്രസിന് വിചാരിക്കുന്നതും കോൺഗ്രസിൻ്റെ ആഗ്രഹവും മുന്നണി ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നുള്ള അതിനുള്ള സാഹചര്യം ഘടകകക്ഷികൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടി UDF-ലെ ഘടകകക്ഷികളും അതിനുള്ള വളരെ ക്ലിയർ ആയിട്ട് ശ്രീ എം മോനിച്ചൻ, അതായത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കുക, നിങ്ങളും ആഗ്രഹിക്കുന്നത് മുന്നണി ഒറ്റക്കെട്ടായി നിൽക്കാണ്. പിളർപ്പില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ജോസഫ് അനുകൂലികളായിട്ടുള്ള ഒരുപാട് പേർ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജിവെച്ചു കഴിഞ്ഞു. എന്നിട്ടും പിളർപ്പില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇനി പിളരുകയാണ് തന്നെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പ്രശ്നം വരാൻ പാടില്ല. അതിന് കോൺഗ്രസിന്റെ സഹായം വേണം. അതിന് മാണി ഗ്രൂപ്പ് അനുവദിക്കുമോ? ആ രീതിയിലുള്ള ആലോചനകൾ ജോസഫ് ഗ്രൂപ്പിലുണ്ടെന്ന് താങ്കൾ ഈ അവസരത്തിൽ സമ്മതിക്കുമോ? ശ്രീ മോനിച്ചൻ, ഒറ്റക്കെട്ടായി നിൽക്കുന്ന UDF-ന്റെ ഒരു തീരുമാനം വരുവാൻ പോവുകയാണ്. ഒറ്റക്കെട്ട് UDF ആണ്. അതിലൊരു തർക്കവുമില്ല. UDF ഒറ്റക്കെട്ടാണ്, കേരള കോൺഗ്രസ് അല്ല. അത് 2 കെട്ടായി കഴിഞ്ഞു. അത് കറക്റ്റ് അല്ലേ? കേരള കോൺഗ്രസിനെ ഒറ്റക്കെട്ടാക്കി നിർത്താനും UDF-ന്റെ 20 സ്ഥാനാർത്ഥികൾ വിജയിക്കാനും ഉള്ള തീരുമാനം ശുഭകരമായി വരും. അതിൽ കോൺഗ്രസ് നേതൃത്വം ഈ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി സാറും രമേശ് ചെന്നിത്തലയും KPCC പ്രസിഡന്റ് അടക്കമുള്ള നേതാക്കന്മാർ വിചിന്തനത്തോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് കാണുന്നത്. ആ തീരുമാനം കേരളത്തിൻ്റെ ഭാവിക്കും ഗുണം ചെയ്യും, വികസനപരമായ കാര്യങ്ങളിലും ഒക്കെ ഗുണം ചെയ്യും, കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾക്ക് ഗുണം ചെയ്യും.
അത് PJ ജോസഫ് സാർ മത്സരിക്കണം എന്നതാണ് തീരുമാനമെങ്കിൽ അതിനെ ഞങ്ങൾ എല്ലാവരും സ്വാഗതം ചെയ്യും. ആ തീരുമാനം ഉണ്ടാവട്ടെ എന്നാണ് ഞങ്ങളെല്ലാം. ഏകദേശം കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിലും ശ്രീ മോനിച്ചൻ വ്യക്തമാണ്. ഒറ്റ കാര്യം കൂടെ, ആ കൺഫ്യൂഷൻ തീരുമല്ലോ. ജനാധിപത്യ കേരള കോൺഗ്രസ് അടക്കം കൃത്യമായി സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നു PJ ജോസഫ് വിഭാഗത്തെ. ഇടത് പക്ഷത്തേക്ക് നാണം കെട്ടി ജോസഫ് വിഭാഗത്തിന് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കോടിയേരിയും പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു ഇടത്തോട്ടുള്ള ഒരു യാത്രയെക്കുറിച്ച് തൽക്കാലം ജോസഫ് വിഭാഗം ആലോചിക്കുന്നതേയില്ല. ഒരിക്കലുമില്ല. 22 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിന്നവരാണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, മന്ത്രിസ്ഥാനം രാജിവെച്ച് ഐക്യ ജനാധിപത്യ മുന്നണിയെത്തി ആ ഗവൺമെന്റ് കാവലാളായ 3 MLA-മാർ, ജോസഫ് പക്ഷത്തെ MLA-മാർ നിലകൊണ്ടു, വിശ്വാസപൂർവ്വം നിലകൊണ്ടു. അതുകൂടാതെ ഇപ്പം ഐക്യം കൊണ്ട് ഗുണം കിട്ടിയില്ല എന്ന് പറയുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യം വിസ്മരിക്കുകയാണ്, റവന്യൂ മന്ത്രിയായിരുന്നത് ധനകാര്യ വകുപ്പ് മന്ത്രിയായി മാറ്റം ചെയ്തത് ഈ ഐക്യത്തോടു കൂടിയാണ് എന്നത് പലരും വിസ്മരിക്കുകയാണ്. അപ്പോൾ ആ ഘട്ടങ്ങളെല്ലാം വളരെ ഭംഗിയായി മുന്നോട്ട് പോയി. കേരള കോൺഗ്രസിൻ്റെ ഐക്യത്തിൻ്റെ ആ ഒരു സന്ദേശം ഇപ്പോഴും എല്ലാ പ്രവർത്തകരുടെയും കാതുകളിലുണ്ട്. അതിനൊന്നും ഒരു മാറ്റമില്ല. ഭൂരിപക്ഷം ആളുകളും പാർട്ടിക്കാർ, കോട്ടയത്തെ തന്നെ കുറച്ച് മണ്ഡലം പ്രസിഡന്റുമാരെ വീട്ടിൽ വിളിച്ചു വരുത്തി ശാസിച്ച് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ചാൽ ഒരു തീരുമാനമാക്കാമായിരിക്കാം. ഒരു മണ്ഡലം പ്രസിഡന്റ് മാത്രമല്ല, ഒരു മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകർ എന്ന് പറയുന്നത് 100 കണക്കിന് പാർട്ടി പ്രവർത്തകരുണ്ട്. അവരുടെ വികാരം എന്താണെന്ന് ഒന്ന് അന്വേഷിച്ചാൽ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. ഇന്നലെയും ഇന്നും PJ ജോസഫ് തരംഗം തന്നെയാണ് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ. ആളുകളുടെ ചെവിയോട് ചെവി ചേർന്ന് നിന്ന് സംസാരിക്കാൻ നമുക്കറിയാം. ആ തീരുമാനം പുനഃപരിശോധിക്കണം. ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച രീതി തെറ്റാണെന്നാണ് ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത്. ആ രീതി മാറ്റി യഥാർത്ഥ തീരുമാനം മാണി സാർ പ്രഖ്യാപിക്കുവാൻ തയ്യാറാകണം. അതിന് സമ്മർദ്ദം വേണമെങ്കിൽ കോൺഗ്രസ് നേതൃത്വം സമ്മർദ്ദം ചെലുത്തണം. ജോസഫ് വിഭാഗത്തിനും അറിയാം, അവിടെ ഇരിക്കുന്ന കോൺഗ്രസ് പ്രതിനിധി പന്തള സുധാകരനും അറിയാം. ശ്രീ ജേക്കബ് ജോർജ്, തൊടുപുഴ കടുത്തുരുത്തി ഷുവർ സീറ്റാണ്. പക്ഷേ LDF-നൊപ്പം പോയി കഴിഞ്ഞാൽ ജോസഫ് വിഭാഗത്തിന് ആ വിചാരിച്ച ഭൂരിപക്ഷം കിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടത് ഭാഗത്തേക്ക് പോകാൻ തൽക്കാലം CPM പുറത്തുനിന്ന് കൈ കാണിച്ചാൽ കൈ കാണിക്കുക മാത്രമേ ഉണ്ടാകുള്ളൂ. ഏതായാലും പോകാൻ ജോസഫ് വിഭാഗം ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള കാര്യം വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ ഫോർമുല തന്നെയാണ് മുന്നണിക്കകത്ത് നിൽക്കുക. ശ്രീ മോനിച്ചൻ ആവർത്തിക്കുന്ന പോലെ UDF ഒറ്റക്കെട്ടായി നിൽക്കുക. കേരള കോൺഗ്രസിന്റെ കാര്യം വിട്ടേക്ക്, UDF ഒറ്റക്കെട്ടായി നിൽക്കുക. ആ ഫോർമുല. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ ഫോർമുല എങ്ങനെ കോൺഗ്രസിന്റെ കൈ പൊള്ളാതെ, കോൺഗ്രസിന്റെ സീറ്റ് പോകാതെ, കയ്യിലിരിക്കുന്ന ഉള്ള സീറ്റ് പോകാതെ എങ്ങനെ ആ ഫോർമുലയിലേക്ക് കോൺഗ്രസ് എത്തിക്കും എന്നുള്ളത് തന്നെയാണ് വിഷയം. അല്ല, ഈ മോനിച്ചിന് എനിക്ക് തോന്നുന്നു ഒരു പാവത്താനാന്ന് തോന്നുന്നു ജോസഫ് ഗ്രൂപ്പിലെ കേരള കോൺഗ്രസിലെ. രാഷ്ട്രീയത്തിന് പല മാനങ്ങളുണ്ട് മോനിച്ച. രാഷ്ട്രീയം കളിക്കുന്നവർക്ക് പല കളികളും കയ്യിലുണ്ട്. പ്ലാൻ A, പ്ലാൻ B, പ്ലാൻ C, എന്നിങ്ങനെ പല പ്ലാനുകളും കാണും. അങ്ങനെയൊന്നും വെറുതെ ഒന്നും PJ ജോസഫ് കളിക്കുകയല്ല മോനിച്ച. മോനിച്ചിനൊന്നും PJയുടെ കളി അറിയാമല്ല. PJ ജോസഫ് വളരെ കരുത്തനായ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഓപ്ഷൻസ് ആർ വെരി മെനി. അതുകൊണ്ട് അത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് നല്ലതായിട്ട് അറിയാം. അതാണ് പ്രശ്നം. അതാണ് കോൺഗ്രസ് വളരെ വളരെ കൃത്യമായിട്ട് PJ ജോസഫിനെ വിളിച്ച് അനുനയിപ്പിക്കാൻ ശ്രമിച്ചത്. എന്താ, PJ ജോസഫ് ഏതറ്റം വരെയും പോകും അതറിയാം. അതുപോലെ തന്നെ അത് മാണിക്കും ബാധകമാണ്. ഇപ്പം PJ ജോസഫിനെ അധികം സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാൽ KM മണിയുടെയും KM മണിക്കും ഉണ്ട് അതേപോലെ ഓപ്ഷൻസ്. അതൊക്കെ ഓർക്കണം മോനിച്ച. ഇത് കേരള രാഷ്ട്രീയമാണ്, ഇത് മുന്നണി രാഷ്ട്രീയമാണ്. 2 മുന്നണികൾ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനം ഒരു ഘടകകക്ഷിക്ക് വേറൊരു ഘടകകക്ഷിയുടെ മേൽ അടിച്ചേൽപ്പിക്കാനാവില്ല എന്ന പ്രാഥമികമായ സത്യം എല്ലാവരും മനസ്സിലാക്കണം. ഇവിടെ ഇപ്പോൾ വളരെ നിർണായകമായ ഒരു സ്ഥിതിവിശേഷത്തിലാണ് കോൺഗ്രസ്. ഇതൊരു കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധി തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വിഷയം ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ എങ്ങനെ തീർക്കാമെന്നുള്ളത് കോൺഗ്രസിന് മുമ്പിലെ ഒരു ബാധ്യതയാണ്, കോൺഗ്രസിന്റെ ഒരു വലിയ വെല്ലുവിളിയുമാണ്. ശ്രീ പന്തള സുധാകരൻ, അതാണ് വിഷയം. VN വാസവന് വിജയം എളുപ്പമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളൊരു ചോദ്യം ഒരു വശത്ത്. ഇനി ഇന്ത്യയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും, PC തോമസ് ആണെങ്കിൽ ആ വഴിക്ക് പോകുന്ന വോട്ടുകൾ ഒരു വശത്ത്. ആ രീതിയിലുള്ള ചർച്ചകളെല്ലാം നടക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസും CPM-ഉം ബലാബലം ഏറ്റുമുട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് വരുന്നത്. ഒരുപാട് സമയം ഈ വിഷയത്തിനകത്ത് നിൽക്കാൻ കോൺഗ്രസിന് കഴിയുകയില്ല. വളരെ പെട്ടെന്ന് ഈ വിഷയം ഏതെങ്കിലും രീതിയിൽ രണ്ടുപേരെയും പിണക്കാതെ, മാണിയെയും ജോസഫിനെയും പിണക്കാതെ ഒത്തുതീർപ്പിലെത്താമെന്നുള്ള പ്രതീക്ഷ ശരിക്കും കോൺഗ്രസ് നേതാക്കൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ എത്ര ദിവസത്തിനകം? അതായത് നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ വളരെ മനോഹരമായ അർത്ഥവത്തായ ഒരു ചിഹ്നമാണ്, നമുക്ക് കുളിർമയുണ്ടാക്കുന്ന ഒരു ചിഹ്നമാണ് 2 ഇല.
ആ രണ്ടിലയിൽ ഒരു പോറൽ പോലെ ഉണ്ടാകരുത്, ആ രണ്ടില അതേപോലെ നിൽക്കണം എന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. എന്ന് പറയുന്ന പോലെ എല്ലാ ഘടകകക്ഷികളുടെയും ചിഹ്നത്തിൽ ഒരു അപാകതയും ഞങ്ങൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്കെട്ടായി, അതായത് ഞങ്ങൾ ഏറ്റവും ഒരു 2020 എന്നാണ് ഞങ്ങളുടെ KPCC പ്രസിഡന്റ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ. ആ ഒരവസ്ഥയിലേക്ക് വരണം. അതിന് രണ്ടിലയിൽ ഒരു പുഴുക്കുത്തും ഉണ്ടാകാൻ പാടില്ല. അതിലൊരു ഇല പൊഴിഞ്ഞു പോയാൽ അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടും, അതിൻ്റെ അർത്ഥം നഷ്ടപ്പെടും, അതിൻ്റെ ശക്തി പോകും. അങ്ങനെ പോകും എന്ന് ഞാൻ കരുതുന്നില്ല. ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞത് കറക്റ്റാണ്. മുന്നണി രാഷ്ട്രീയത്തിൽ ഏത് മുന്നണിയിലായാലും തീർച്ചയായും രണ്ടിലയിൽ ഒരു ഏതില കൊഴിഞ്ഞാലും അതിൽ കോൺഗ്രസിനും ഉണ്ടാകും ക്ഷീണം എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിനുള്ള ഫോർമുല കണ്ടെത്തേണ്ട ഉത്തരവാദിത്വവും കോൺഗ്രസിന്റെ തലയിൽ വന്നിരിക്കുന്നു. PJ ജോസഫിനെ ഈ പെരുവഴിയിലാക്കിയത് കോൺഗ്രസ് ആണോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു പ്രൈം ഡിബേറ്റ്. അതെ എന്ന് 79% പ്രേക്ഷകരും, അല്ല എന്ന് 21% പ്രേക്ഷകരുമാണ് ഉത്തരം പറയുന്നത്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമായാണ്. വളരെയധികം നന്ദി ശ്രീ പന്തളം സുധാകരൻ, ശ്രീ M. മോനിഷ, അതോടൊപ്പം തന്നെ ശ്രീ ജേക്കബ് ജോർജ് പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്തത്. പൂർണ്ണമാകുന്നു പ്രൈം ഡിബേറ്റ്.